ദളിത് സ്ത്രീയെ വ്യാജ കേസിൽ കുടുക്കി പീഡിപ്പിച്ച പേരൂർക്കട SHOയ്ക്ക് സ്ഥലമാറ്റം. SHO ശിവകുമാറിനെ കോഴിക്കോട് മാവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. സുനിഷ അയലൂർ നമുക്കൊപ്പം എത്തുന്നു. സുനിഷ അയലൂർ, നമ്മൾ ഈ വാർത്തയിൽ സജീവമായി തന്നെ ഇടപെട്ടതാണ്. അതിനുശേഷം സസ്പെൻഷൻ നടപടികളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ SHOയ്ക്ക് സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുകയാണ്. വിവരങ്ങൾ. സുജിയ, അത് തന്നെയാണ് നമ്മളാണ് ഈ വാർത്ത നൽകുന്നത്. വ്യാജമായ മോഷണ കുറ്റം ആരോപിച്ചുകൊണ്ട് ഒരു ദളിത് സ്ത്രീയെ സ്റ്റേഷനിലേക്ക് എത്തിച്ചുകൊണ്ട് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പീഡിപ്പിക്കുക എന്നുള്ളത് ഈ വാർത്ത നൽകിയിരുന്നു. അതിന് പിന്നാലെ തന്നെ നടപടികൾ ഉണ്ടായിരുന്നു. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ SIക്കെതിരെയും ASIക്കെതിരെയും നടപടിയെടുത്ത് അവരെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. പിന്നാലെയാണ് എന്താണ് വ്യാജമായി ഇത്തരത്തിലൊരു മോഷണക്കുറ്റം ചുമത്താനുള്ള കാരണം, എവിടെയാണ് വീഴ്ച സംഭവിച്ചത്, എങ്ങനെയാണ് പോലീസ് ഇവർക്ക് ഇടപെട്ടത്, ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പീഡനങ്ങളാണ് ഇവർ നേരിട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കണമെന്ന് DGP നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നത് ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഒരു DYSP ഇത് അന്വേഷിക്കണമെന്നതായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് DYSPക്ക് വിദ്യാധരൻ സാറിന് അതിന്റെ അന്വേഷണ ചുമതല നൽകുകയും ചെയ്തിരുന്നു. ഈ ജൂൺ 25 റിപ്പോർട്ട് സമർപ്പിക്കണമെന്നതായിരുന്നു നേരത്തെ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിന്റെ പശ്ചാത്തലത്തിലാണോ എന്നത് നിലവിൽ വ്യക്തമല്ല. കാരണം ഈ കേസുകളൊന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല. പൊതു സ്ഥലം മാറ്റം എന്നുള്ള രീതിയിൽ ഒരു ഓർഡർ വന്നിരിക്കുന്നു. നിരവധി ആളുകൾക്ക് സ്ഥലം മാറ്റമുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ പേരൂർക്കട SHOക്ക് മാവൂർ സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റം എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ പേരൂർക്കട SHOയ്ക്ക് ഒരു സ്ഥലം മാറ്റം ഉണ്ടാകുമ്പോൾ അത് പൂർണ്ണമായും ഈ ഒരു സാഹചര്യത്തിൽ ഈ കേസിന്റെ നടപടി എന്നത് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ തന്നെ ബിന്ദു ഈ SHOക്കെതിരെയും ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് SIയും ASIയും ഒഴികെ മറ്റൊരാൾ കൂടി തന്നെ അധിക്ഷേപിച്ചിരുന്നു, ആക്ഷേപിച്ചിരുന്നു, ഒപ്പം തന്നെ കയ്യോങ്ങിയിരുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ബിന്ദു നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു എന്നതാണ്. ഒപ്പം തന്നെ ഈ SHOയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ പൂർണ്ണമായും SHOയ്ക്ക് എന്താണ് ഇതിൽ പങ്ക് എന്ന് അന്വേഷിക്കണമെന്നത് കൂടി DYSPയോട് ഈ ദക്ഷിണ മേഖല DG തന്നെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അതൊക്കെ തന്നെയും പരിശോധിച്ചതിന് ശേഷമായിരിക്കാം ഈ നടപടി എന്നത് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പൊതു സ്ഥലം മാറ്റം എന്നുള്ള രീതിയിലാണ് SHO ശിവകുമാറിനെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. കോഴിക്കോട് മാവൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് നിലവിലെ സ്ഥലം മാറ്റം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിൽ ഈ ബിന്ദു ആരോപിച്ചിരിക്കുന്ന 3 പേർക്കെതിരെയും SI, ASI ഇവരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഒപ്പം തന്നെ നിലവിൽ SHOയെ സ്ഥലം മാറ്റിയിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുജയ, സുനിഷ അയലൂരാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.